നമസ്കാരം. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 13-ാം തീയതി തിരുവനന്തപുരത്തെ വർക്കലയിലുള്ള ശിവഗിരി റെയിൽവേ പ്ലാറ്റ്ഫോമിൽ നിന്നും യാത്രക്കാരിക്ക് 3.5 ലക്ഷത്തോളം വിലമതിക്കുന്ന ഒരു താലിമാല കളഞ്ഞ് കിട്ടുന്നു. ഈ താലിമാല പിന്നീട് റെയിൽവേ പോലീസിനെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. ഇത്രയധികം ദിവസങ്ങളായി, മാസങ്ങൾ കടന്നു പോയിരിക്കുന്നു. എന്നാൽ ഈ താലിമാല അന്വേഷിച്ച് അല്ലെങ്കിൽ അവകാശപ്പെട്ട് വന്നിരിക്കുന്നത് നിരവധി പേരാണ്. ഏകദേശം 200-ലധികം ഫോൺ കോളുകൾ തങ്ങളുടെ മാലയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ, റെയിൽവേ പോലീസിൽ ആളുകൾ സമീപിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ നമ്മളോട് വ്യക്തമാക്കുന്നത്. എന്തായാലും ഈയൊരു ദിവസം വരെ ഈ ഒരു മാല അന്വേഷിച്ച് നിരവധി ആളുകളാണ് എത്തിച്ചേർന്നു കൊണ്ടിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥ അവകാശികൾ ഇതുവരെയും എത്തിയിട്ടില്ല എന്നാണ് റെയിൽവേ പോലീസ് നമ്മളോട് വ്യക്തമാക്കുന്നത്. സാറേ, ഇത് എപ്പോഴാണ് ഈ മാല കിട്ടുന്നത്? ഇത് കഴിഞ്ഞ സെപ്റ്റംബർ മാസം, കൃത്യമായിട്ട് തീയതി ഓർക്കുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ തന്നെ ഏതോ യാത്രക്കാരുണ്ടെന്ന് ഒരു നമ്മുടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരെ ഏൽപ്പിക്കുകയായിരുന്നു. സെൻട്രലിൽ നിന്ന് തന്നെയാണ്? അല്ലല്ല, വർക്കല പ്ലാറ്റ്ഫോമിലാണ്. വർക്കല ശിവഗിരി ആ പ്ലാറ്റ്ഫോമിൻ്റെ അവിടെ നമ്മുടെ ഒരു ഇവിടെ നിന്നുള്ളൊരു പോലീസുകാരൻ അവിടെ ഡ്യൂട്ടിക്കുണ്ട്. 2 പേരുണ്ട് പ്ലാറ്റ്ഫോമിൽ. അപ്പോൾ അവരിലൊരാൾക്കാണ് ഏതൊരു യാത്രക്കാരി കൊണ്ടുവന്ന് കൈമാറിയതാണെന്നാണ് പറയുന്നത്. എത്ര വില മതിക്കുന്നു? ഇത് വില എനിക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ അടയാള വിവരങ്ങൾ വെളിപ്പെടുത്താൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇത് അവകാശികൾ ഇത് ചോദിച്ചു വരുമ്പം അവർ പറയുന്ന അടയാളങ്ങളുമായിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന മാലയിൽ താരതമ്യം ചെയ്ത് സാദൃശ്യമുള്ളതാണെങ്കിൽ നമ്മളത് പരിഗണിക്കും. അങ്ങനെയാണ്. ഒരുപാട് പേര് വിളിച്ചു എന്നാണ് പറയുന്നത്. 200ഓളം ആൾക്കാർ ഇപ്പോൾ വിളിച്ചു. 200ഓളം ആൾക്കാർ വിളിച്ചു. അത് ഇതുവരെ ഈ 200 ആൾക്കാരിൽ ഒരാൾ പോലും ഈ മാലയ്ക്ക് ഉള്ള അടയാള വിവരങ്ങൾ അതുമായിട്ട് പൊരുത്തപ്പെടുന്നില്ല. അവർ പറയുന്നതായിട്ട് മാല നേടണമെന്ന് ആവശ്യമുള്ളവരാണ് ഇവർ വിളിച്ചിരിക്കുന്നത്. അല്ല, അത് മാലയെന്ന് പറഞ്ഞാൽ ഇതിപ്പം നഷ്ടപ്പെട്ടവർ തന്നെയാണ്. പല സ്ഥലങ്ങളിൽ വെച്ച് നഷ്ടപ്പെട്ടവരാണ്. കാരണം ഇത് ഒരുപക്ഷെ ഇതുവരെ ഒരാൾ വരാത്തതിന് കാരണം എന്താണെന്ന് ഞാൻ വിചാരിക്കുന്നത്, ഒന്നിൽ ഇനി മരണപ്പെട്ടു പോയ ആരെങ്കിലും ആണോ ഇതിൻ്റെ അവകാശി, അതോ ഏതെങ്കിലും ഇവിടം നാട് വിട്ട് മറ്റേതെങ്കിലും നാട്ടിൽ NRIയോ അല്ലെങ്കിൽ NRK ആയിട്ടുള്ള ആരെങ്കിലും ആണോ എന്നുള്ളതാണ്. അതുകൊണ്ടായിരിക്കും ഇത്രയും സമയമായിട്ടും വരാതിരിക്കുന്നത്. ഈ സാറിൻ്റെ ഈ സർവീസ് അനുഭവത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അവകാശികൾ വരാത്തൊരു? അതാണ്. അല്ല, ഇതിങ്ങനെ നഷ്ടപ്പെട്ട് കംപ്ലൈൻറ്റുകൾ വരും, നമ്മളതിൽ കിട്ടും, നമ്മളത് കൊടുക്കും. അതൊക്കെ സ്ഥിരമായിട്ട് പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന കാര്യമാണ്. പക്ഷേ ഒരു മാല വന്നിട്ട് ഇതുവരെയും ഒരു പരാതിക്കാരിയോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ആവശ്യപ്പെട്ടിട്ട് ഒരാളോ വന്നിട്ടില്ല എന്നുള്ള സംഭവം എൻ്റെ ഒരു 6 വർഷം സർവീസ് ആദ്യമാണ്. ഇനി എന്താണ് പ്രൊസീജിയർ? എന്താണ് ഇത് അവകാശികൾ വന്നില്ല എങ്കിൽ? ഇനി പ്രൊസീജിയർ അവകാശികൾ വന്നില്ല എങ്കിൽ ഇത് നമ്മളെടുത്ത് എന്ത് ചെയ്യും? ഉടമസ്ഥനില്ലാത്ത സാധനങ്ങൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കോടതിക്ക് കൊടുക്കും. കോടതിയുടെ നിർദ്ദേശപ്രകാരം, ഡയറക്ഷൻ പ്രകാരം ഇന്നതാ ചെയ്യണമെന്ന് അത് ചെയ്യും. ഈ അടുത്ത ദിവസങ്ങളിലും കോളുകൾ വന്നിരുന്നു. ഇന്നും ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് നമ്മൾ മിനിഞ്ഞാന്നാണല്ലോ ഇത് പബ്ലിഷ് ചെയ്യുന്നത്. ഈ 3 ദിവസമായിട്ട് തുടരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. സെപ്റ്റംബർ 13-ാം തീയതിയാണ് റെയിൽവേ പ്ലാറ്റ്ഫോമിൽ നിന്നും യാത്രക്കാരിക്ക് ഈ മാല ലഭിക്കുന്നത്. തുടർന്ന് റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇത് കൈമാറുകയും ചെയ്തു. പരിഭ്രാന്തിയോടെ ഉടമ അന്വേഷിച്ച് എത്തും എന്നാണ് പോലീസ് കരുതിയത്. പക്ഷേ ആരും എത്തിയില്ല. ഇതിനിടെ ലോക്കൽ പോലീസ് സ്റ്റേഷനുകളിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലും സന്ദേശം കൈമാറിയെങ്കിലും ഫലമുണ്ടായില്ല. മാല നഷ്ടപ്പെട്ടത് സംബന്ധിച്ച് പോലീസിലും പരാതി ലഭിച്ചിട്ടില്ല. മാല റെയിൽവേ പോലീസിൻ്റെ പക്കലുണ്ട് എന്ന് അറിയാത്ത മറ്റ് ജില്ലയിലുള്ള ആളാകും ഉടമ എന്നാണ് സംശയം. അതേസമയം ഉടമസ്ഥരെത്തി കൃത്യമായ അടയാളം പറഞ്ഞാൽ മാല തിരികെ ലഭിക്കും എന്നാണ് പോലീസ് നമ്മളോട് വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.